ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടി ഫ്ലിപ്കാർട്ട് ഹോളാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ടോപ്പ് ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം, ടീഷർട്ട് ഹോൾ എന്ന് പറയാം. ഒരു കുട്ടി ഹോളാണ്. ഒരു 5-6 ടോപ്സ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഫ്ലിപ്കാർട്ടിന്റെ ഒരുപാട് ഹോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ത്രിഫ്റ്റ് സ്റ്റോറിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ തരുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ത്രിഫ്റ്റ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും തോന്നുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ടൈമിൽ അവൈലബിൾ ആണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി സെൻഡ് യു ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. നമുക്കപ്പം ഒട്ടും ഡിലേ ആക്കാണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റത്തെ ടീഷർട്ട് കാണാം കേട്ടോ. ഇത് ഒരു ഓവർ സൈസ് ടീഷർട്ടാണ്. റോഡ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൽ നിന്ന് ഓഫ് റോഡ് എന്നൊക്കെ എഴുതിയ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഒരു പൊടിക്കൊരു ഓവർ സൈസ്ഡ് ആണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ. ഈ റോഡ്സ്റ്ററിന്റെ ടോപ്സ്, ടീഷർട്ട്സ്, ജീൻസ് ആണെങ്കിലും എല്ലാം അഫോർഡബിൾ റേറ്റിന് പക്ഷെ നല്ല ക്വാളിറ്റിയിൽ കിട്ടും. റോഡ്സ്റ്റർ, ഡ്രസ്ബറി, റെയർ, അങ്ങനെ കുറച്ച് ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെയൊക്കെ നല്ല ഡ്രസ്സസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടീഷർട്ട് വന്നിട്ട്. ഇത് അത്യാവശ്യം നല്ല ഓവർ സൈസ്ഡ് ആണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. കുറച്ചൊരു ജീനിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഓഫ് റോഡ് എന്നൊക്കെ എഴുതിയേക്കുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ. ഫസ്റ്റ് വൺ. ഞാൻ റേറ്റ് ഇപ്പം പറയുന്നില്ല, റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്ത രണ്ടാമത്തെ ഒരു ചെറിയൊരു ക്രോപ്പ് ടൈപ്പ് ഒരു ടീഷർട്ടാണ്. ഒരു ഭയങ്കര ഓവർ സൈസ്ഡ് ഒന്നുമല്ല, ചെറിയൊരു ക്രോപ്പ് ടൈപ്പിൽ വരുന്ന. ഇത് ഞാൻ ഓൾറെഡി ഒന്ന് യൂസ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തതാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ ആണ്. പക്ഷെ ഇത് ബ്രാൻഡ് ഒന്നുമല്ല, വൈറൽ ട്രെൻഡ് ബ്രാൻഡ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ഞാൻ ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കളർ ഇളകിയേ തുണി നാശാവുകയോ അങ്ങനെ ഒന്നും തന്നെ ആയിട്ടില്ല. നല്ലൊരു കളറില്ലേ, നല്ലൊരു സ്കൈ ബ്ലൂ കളർ വിത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിസൈൻ വരുന്ന ഒരു ടീഷർട്ടാണ്. ഇത് ഒരു പൊടിക്കൊരു ക്രോപ്പ് ടൈപ്പാണ് കേട്ടോ. അതിന് അടിപൊളിയാണ്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടീഷർട്ട് വന്നിട്ട്. ഇനി മൂന്നാമത്തെ, നേരത്തെ കാണിച്ച ഓവർ സൈസ്ഡ് ബ്ലൂ ഇല്ലേ, അതിൻ്റെ ഒരു ക്രോപ്പ് വേർഷനാണ് വന്നേക്കുന്നത്. മെട്രോനോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. അതും അടിപൊളി ബ്രാൻഡാണ് കേട്ടോ. ഇതൊരു ക്രോപ്പ് ടൈപ്പാണ്, ക്രോപ്പ് ടീഷർട്ടാണ്. റെവല്യൂഷണറി എഴുതിയിട്ട് ഒരു സോളിഡ് നേവി ബ്ലൂ ടീഷർട്ട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതും കുറച്ചൊരു പൊടിക്കൊരു ഓവർ സൈസ്ഡ് ആയിട്ട് പക്ഷേ ക്രോപ്പ് ടൈപ്പിൽ വരുന്ന ഒരു ടീഷർട്ടാണ് കേട്ടോ ഇത്. അടുത്തത് നമുക്കൊരു യെല്ലോ കളർ ടീഷർട്ട് നോക്കാം. ഒരു പ്ലെയിൻ യെല്ലോ, അതിലൊരു സൈഡിലൊരു ചെറിയൊരു പ്രിന്റോട് കൂടി. ഇതും ഒരു പൊടിക്കൊരു ഓവർ സൈസ്ഡ് ആണ്. ഇതും ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് വാഷ് ചെയ്തതാണ്. ഇതും ഒരു അടിപൊളി മെറ്റീരിയൽ ആണ്. നാശാവുമോ ചുരുങ്ങുമോ ഒന്നുമില്ല. മെറ്റീരിയൽ ക്വാളിറ്റി കണ്ടോ, അടിപൊളിയാണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ കൊടുത്തേക്കാട്ടോ. ഞാൻ റേറ്റ് ഓർക്കുന്നില്ല, കാരണം ഒന്ന് ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ കുറച്ചായി പർച്ചേസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ. കൈ ഇത്രേ വരുന്നുള്ളൂ. ഒരു പൊടിക്ക് ഓവർ സൈസ്ഡ് ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഇത്. അടുത്തൊരു ടീഷർട്ട് റോഡ്സ്റ്ററിൻ്റെ തന്നെ ഒരു പിങ്കി കളർ, പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ബ്രീത്ത്, ട്രാവൽ ആൻഡ് റിപ്പീറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ മോട്ടോ. ഇതും ഒരു പൊടിക്കൊരു ഓവർ സൈസ്ഡ് ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര കംഫർട്ട് വെയർ ആണ്. നമുക്കിപ്പോൾ പെട്ടെന്നൊന്ന് ക്യാഷ്വലി എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ട് ഒരു ജീൻസ് ഇട്ട് അങ്ങ് പോകാൻ വേണ്ടി പറ്റും. ആ ടൈപ്പിലൊക്കെ അടിപൊളിയാണ്. റോഡ്സ്റ്ററിൻ്റെ തന്നെയാണ് കേട്ടോ. ഒരു പൊടിക്കൊരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണിത്. നല്ല കംഫോർട്ടബിൾ മെറ്റീരിയൽ ആണ്. നല്ല എന്താ കോട്ടൺ മിക്സ് പോലത്തെ എന്തോ ഒരു മെറ്റീരിയൽ ആണ്. പ്യോർ ബനിയൻ ക്ലോത്തോ അങ്ങനെ ഒന്നുമല്ല, മിക്സ് ആണ്, കോട്ടൺ മിക്സ് ആണ്. അപ്പം അടിപൊളി മെറ്റീരിയൽ ആണ്. സൂപ്പർബ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ്. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ട് കാണിക്കാം. ഇത്രയും കാണിച്ചതൊക്കെ ടീഷർട്ടാണല്ലോ. അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടോപ്പാണ് എടുത്തേക്കുന്നത്. ഒരു ബ്രൗൺ കളർ പ്യോർ ബനിയൻ ക്ലോത്തിൽ വരുന്ന ഒരു കോളറൊക്കെ ഉള്ളൊരു ടോപ്പ് കേട്ടോ. കുറച്ച് ഒരു ബോഡി ടൈറ്റ് ആയിട്ട് കിടക്കുന്ന ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. അടിപൊളി സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ അടിപൊളിയാണ്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. നമ്മുടെ ഇവിടം വരെ ഉണ്ട്. ഫുൾ സ്ലീവ് വന്നിട്ട് ഒരു ഓപ്പൺ കോളറൊക്കെ ആയിട്ട് ഒരു ബട്ടൺസ് ഉണ്ടോ ഇല്ല കേട്ടോ. അതെന്തോ ഒരു
പൊടിയായതാ, ഒരു ബ്രൗൺ കളറിൽ. ഇതും അടിപൊളിയായത് ജീൻസിന്റെ കൂടെയാണെങ്കിലും സ്കേർട്ടിന്റെ കൂടെയാണെങ്കിലും ഒക്കെ പെയർ ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള കുറച്ച് കനമുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പിന് മാത്രം കുറച്ചൊരു വെയിറ്റ് ഉണ്ട്. പക്ഷേ നല്ല മെറ്റീരിയലാണ്, നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ത്രിഫ്റ്റ് സ്റ്റോറിൻ്റെ കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് കാണിച്ച എല്ലാ ഡ്രസ്സും എല്ലാ ടീഷർട്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വാങ്ങി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.